ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി അമ്മൂസ് കളക്ഷനിലോട്ട് സ്വാഗതം. ക്രിസ്മസ് അടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളെല്ലാവരും വീടൊക്കെ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയായിരിക്കും. റെഡ് ആൻഡ് ഗ്രീൻ വൈറ്റ് കോമ്പിനേഷനിലായിരിക്കും നമ്മൾ ഓൾമോസ്റ്റ് ബെഡ്ഷീറ്റ് ആയാലും കുഷൻ കവേഴ്സ്, ടവൽസ് അങ്ങനെയുള്ള എല്ലാം നമ്മൾ ഡെക്കറേറ്റ് ചെയ്യാൻ നോക്കും അല്ലേ. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കുറച്ച് ബെഡ്ഷീറ്റ്സ് ആണ്. ക്രിസ്മസ് തീമിലുള്ള ബെഡ്ഷീറ്റും അല്ലാണ്ടും ആയിട്ടുള്ള ബെഡ്ഷീറ്റ്സുകളാണ്. എല്ലാം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ബിലോ 2000 വരുന്ന ബെഡ്ഷീറ്റ്സ് ആണ്. എല്ലാം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. സിമ്പിൾ ആയിട്ടുള്ള ഡിസൈനിങ്. ഒരെണ്ണം മെഷീൻ എംബ്രോയിഡറിയും 2 ഹാൻഡ് എംബ്രോയിഡറി ആയിട്ടുള്ളതാണ്. ഞാൻ പറഞ്ഞു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. അപ്പം അധികം റേറ്റ് അല്ല, അഫോർഡബിൾ റേറ്റിൽ നമ്മൾ മിനിമം വർക്കും ചെയ്തിട്ടായിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഇതുപോലത്തെ ബെഡ്ഷീറ്റ്സ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് ആയാലും താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്ത് വെച്ചാൽ മതി. ഇന്ന് നമ്മൾ 3 ബെഡ്ഷീറ്റാണ് കാണിക്കുന്നത്. വൈറ്റ്, ലൈറ്റ് ഗ്രേ കളറും പിന്നെ മോഫ് കളറുമാണ്. 3 കളർ ബെഡ്ഷീറ്റ്സാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ എല്ലാവരും കണ്ടു നോക്കുക. താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ ഡീറ്റെയിൽഡായിട്ട് നമുക്ക് ഓരോന്നോരോന്നായിട്ട് കണ്ടു നോക്കാം. ഇതാണ് നമ്മുടെ ആദ്യത്തെ ബെഡ്ഷീറ്റ്. പില്ലോ കവറിൽ 2 കുഞ്ഞ് ഡിസൈനും പിന്നെ കാലിൻ്റെ പോർഷനിൽ ഇതുപോലെ 3 ഡിസൈനുമാണ്. ചെറിയ ഡിസൈനാണ്. ക്രിസ്മസ് റിലേറ്റഡ് ആയതുകൊണ്ട് ഒരു റെഡ് ആൻഡ് ഗ്രീൻ കോമ്പിനേഷനാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ചെറിയ ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. വളരെ സിമ്പിളായിട്ട് വൈറ്റിൽ ചെയ്തിരിക്കുന്ന ഒരു ബെഡ്ഷീറ്റാണിത്. ഇങ്ങനെയാണ് ഡിസൈൻ വരുന്നത്. ചെറിയും ലീഫും പിന്നെ കുറച്ച് ഫ്ലവേഴ്സും സ്റ്റെമ്മും ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് നമ്മൾ റെഡ് ആൻഡ് ഗ്രീൻ കോമ്പിനേഷനിൽ ചെറിയ ലീഫ് കൊടുത്തിരിക്കുന്നത്. സ്റ്റെമ്മിന് ഡാർക്ക് ബ്രൗണും ഫ്ലവേഴ്സിന് ഒരു ബ്ലൂ ഷെയ്ഡും നടുക്ക് ഫ്രഞ്ച് നോട്ട് യെല്ലോ ഷെയ്ഡുമാണ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനത്തെ 3 ഡിസൈനാണ് നമ്മുടെ ബെഡ്ഷീറ്റിൽ വരുന്നത്. കാലിൻ്റെ പോർഷനിലായിട്ടാണ് വരുന്നത്. പിന്നെ നമ്മുടെ പില്ലോ കവറിൽ ഇതുപോലെ 3 ചെറിയ ഡിസൈനും 3 ലീഫും ആയിട്ടാണ് നമ്മൾ തയ്ച്ചിരിക്കുന്നത്. വളരെ സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനിങ് ആണ് ഇത്. അപ്പോൾ ഇത് റെഡി ഫോർ സെയിലാണ്. ഇതിൻ്റെ റേറ്റ് 1449 ആണ് ഇതിൻ്റെ റേറ്റ്. അടുത്ത ബെഡ്ഷീറ്റിൻ്റെ പില്ലോ കവറിൽ നടുക്കായിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ 2 ഫ്ലവറും ബഡുമായിട്ട് 2 ഡിസൈനിങ് ആണ് പില്ലോ കവറിൽ. ബെഡിൻ്റെ കാലിൻ്റെ പോർഷൻ, താഴത്തെ പോർഷനിലായിട്ട് 3 ഇതുപോലത്തെ ഡിസൈൻസുമാണ് ചെയ്തിരിക്കുന്നത്. ഇതും വളരെ സിമ്പിളായിട്ടുള്ള ഡിസൈനിങ് ആണ്. ഒറ്റ നോട്ടത്തിൽ അതൊരു പെയിൻറ്റിങ് അല്ലെങ്കിൽ പ്രിൻ്റായിട്ടാണ് തോന്നുള്ളൂ. സൂം ചെയ്ത് നോക്കുമ്പോഴാണ് നമുക്കത് സ്റ്റിച്ചായിട്ട് ഫീൽ ചെയ്യുന്നത്. ഇതാണ് ഡിസൈൻ. ഇങ്ങനെയാണ് ഡിസൈൻ വന്നിരിക്കുന്നത്. വളരെ തിൻ ആയിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. 6 സ്ട്രാൻഡ്സ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല. നമ്മൾ ചെയ്തിരിക്കുന്നത് 2 സ്ട്രാൻഡ്സ് വെച്ചിട്ട് സ്റ്റെമ്മും അതുപോലെ തന്നെ സ്റ്റെം സ്റ്റിച്ച് തന്നെയാണ് ഫ്ലവേഴ്സിനും നമ്മൾ കൊടുത്തിരിക്കുന്നത്. വളരെ തിന്നായിട്ടാണ് നമ്മൾ തയ്ച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ അതൊരു സ്റ്റിച്ചിങ് ആയിട്ട് ഫീൽ ചെയ്യില്ല. ഇങ്ങനത്തെ 3 ഡിസൈനാണ് ലെഗ് പോർഷനിൽ, ബെഡിൻ്റെ ലെഗ് പോർഷനിൽ, ബെഡ്ഷീറ്റിൻ്റെ ലെഗ് പോർഷനിൽ വന്നിരിക്കുന്നത്. നടുക്ക് മെറൂൺ കളർ ത്രെഡും കൊണ്ടാണ് നമ്മൾ ഫ്ലവേഴ്സ് വെച്ചിരിക്കുന്നത്. ബോട്ടിൽ ഗ്രീൻ കളർ സ്റ്റെമ്മും പിന്നെ നടുക്ക് പൂമ്പൊടിയായിട്ട് നമ്മൾ യെല്ലോ കളർ, അത് 6 സ്ട്രാൻഡ്സ് ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഈ ബെഡ്ഷീറ്റിൻ്റെ കളറ് ഗ്രേ കളറാണ്. ലൈറ്റ് ഗ്രേ കളറാണ്. ഇതിങ്ങനെയാണ് നമ്മുടെ ഡിസൈനിങ് വന്നിരിക്കുന്നത്. ഇങ്ങനെ 3 ഡിസൈൻസാണ് നമ്മുടെ ബെഡ്ഷീറ്റിൽ വന്നിരിക്കുന്നത്. ഇതുപോലെ വളരെ സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനിങ് ആണ്. ഇതിൻ്റെ പില്ലോ കവറിലുള്ള ഡിസൈൻ ഇങ്ങനെയും ബെഡ്ഷീറ്റിലുള്ള ഡിസൈൻ ഇതിൻ്റെ വലുതുമാണ്. ഇതും റെഡി ഫോർ സെയിലാണ്. ഇതും റെഡി ഫോർ സെയിലാണ്. ഇതിൻ്റെ റേറ്റ് 1349 ആണ് ഇതിൻ്റെ റേറ്റ്. നമ്മുടെ അടുത്ത ബെഡ്ഷീറ്റ് ഇതൊരു ഡാർക്ക് കളർ മോഫ് ആണ്. മോഫ് എന്ന് പറഞ്ഞാൽ ലൈറ്റ് ഷെയ്ഡല്ല, അതിൻ്റെ തന്നെ ഒരു ഡാർക്കർ ഷെയ്ഡാണ്. അപ്പോൾ പില്ലോ കവറിൽ ഇതുവരെ 2 ഫ്ലവേഴ്സും ഓരോ പില്ലോ കവറിൽ ഓരോന്ന് വെച്ചിട്ട് അങ്ങനെ 2 ഫ്ലവേഴ്സ്, ബെഡ്ഷീറ്റിൽ 5 ഫ്ലവേഴ്സുമാണ് നമ്മൾ തയ്ച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ആപ്ലിക്യൂ വർക്കാണ്. മെഷീൻ എംബ്രോയിഡറിയാണ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് മോഫ് കളറിൽ ഒരു ലൈറ്റ് ഓറഞ്ച് ഷെയ്ഡാണ് നമ്മൾ കൊടുത്തേക്കുന്നത്. എന്ന് വെച്ചാൽ ആപ്ലിക്യൂവിന് യൂസ് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽ. പിന്നെ ലൈറ്റ് പിസ്ത ഗ്രീൻ ഷെയ്ഡാണ് നമ്മൾ ലീഫിനെ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു ബെഡ്ഷീറ്റ് വന്നിരിക്കുന്നത്. സെൽഫ് സ്ട്രൈപ്പ് ആയിട്ടുള്ള ബെഡ്ഷീറ്റാണ്. നമ്മളിന്ന് കണ്ടത് എല്ലാ ബെഡ്ഷീറ്റ്സും തന്നെ കിങ് സൈസ് ബെഡ്ഷീറ്റ്സാണ്. ഒരു എലഗൻ്റ് ആയിട്ടുള്ളൊരു ബെഡ്ഷീറ്റാണ്. മെഷീൻ എംബ്രോയിഡറി ആപ്ലിക്യൂ വർക്കാണ്. ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. ഇങ്ങനെയാണ് ഫ്ലവറിൻ്റെ പാറ്റേൺ വന്നിരിക്കുന്നത്. ലീവ്സ് ആണെങ്കിലും തയ്ച്ചിരിക്കുന്നത് ഇതുപോലെയാണ് ലീവ്സ് വന്നിരിക്കുന്നത്. ഇതുപോലത്തെ ഡിസൈനിങ് 5 എണ്ണമാണ് ബെഡ്ഷീറ്റിലുള്ളത്. ഇങ്ങനെ
താഴെ 3 മേളിൽ 2 അങ്ങനെയാണ് ബെഡ്ഷീറ്റിൽ വന്നിരിക്കുന്നത്. പിന്നെ പില്ലോ കവറിൽ ഇതുപോലെ. അപ്പോൾ ഇതും റെഡി ഫോർ സെയിലാണ്. ഇതിൻ്റെ റേറ്റ് 1849 ആണ്. ആപ്ലിക്യൂ വർക്ക് ആയതുകൊണ്ട് തന്നെയാണ് ഇതിന് റേറ്റ് കൂടിയേക്കുന്നത്. 1849 ആണ് ഇതിൻ്റെ റേറ്റ്. അപ്പോൾ നമ്മൾ ഇന്ന് 3 ബെഡ്ഷീറ്റ്സ് ആണ് കണ്ടത്. അതുപോലെ നിങ്ങൾക്ക് കസ്റ്റമൈസേഷൻ വേണമെന്നുണ്ടെങ്കിൽ ഇനി നമ്മൾ അടുത്ത വീഡിയോയിൽ സാരീസും ഹാൻഡ് ടവൽസും അതുപോലെ പുതിയ പുതിയ പ്രോഡക്റ്റ്സ് നമ്മൾ ലോഞ്ച് ചെയ്യാൻ നോക്കുന്നുണ്ട്. അതുപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും പ്രോഡക്റ്റ്സ് വേണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്താൽ മതി. അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അൻറ്റിൽ ദെൻ ബൈ.